സമാധാനദൂതരായി മുറിവുണക്കുക. ലിയോ പാപ്പ ലെബനോനിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തുന്നതിനിടയിൽ ലിയോ പാപ്പ സമാധാനത്തിൻ്റെ വക്താക്കളായി മുറിവുകൾ ഉണക്കുവാൻ രാഷ്ട്ര നേതാക്കന്മാരോടും ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടു. തൻ്റെ പ്രത്യേക സന്ദേശത്തിൽ സ്ഥിരോത്സാഹത്തോടെ സമാധാനം സംസ്ഥാപിക്കാനായി പ്രവർത്തിക്കാൻ രാഷ്ട്ര നേതാക്കളോട് ലിയോ പാപ്പ ആഹ്വാനം ചെയ്തു. സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ വചനമാണ് ലെബനോൻ സന്ദർശനത്തിൻ്റെ ആപ്തവാക്യം. ഈ വാക്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ പാപ്പ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. സമാധാനം എന്നത് കേവലം ഒരു വാക്ക് മാത്രമല്ല എന്നും, മറിച്ച് അത് ഒരു ആഗ്രഹവും വിളിയും ദാനവും പ്രയത്നവും ആണെന്ന് പാപ്പ തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. അധികാരികൾ എന്ന നിലയിൽ സമാധാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സാധാരണക്കാരെ സഹായിക്കുവാൻ രാഷ്ട്രതലവന്മാർക്ക് അധിക ചുമതലയുണ്ടെന്ന് പറഞ്ഞ പാപ്പ, സമാധാന സംസ്ഥാപനമാണ് യഥാർത്ഥ ആനന്ദം കൊണ്ടുവരുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞു. ഭയം കൂടാതെ ദൃഢതയോടെ സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സ്ഥിരോത്സാഹത്തോടെ ജീവൻ സംരക്ഷിക്കുവാനും വളർത്തുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സമാധാനം എന്നത് ഒരു പൊതുഭാഷയായി ഏവർക്കും കണക്കാക്കാം. അത് പ്രത്യാശയുടെ ഭാഷയാണ്, എല്ലായ്പ്പോഴും നവമാക്കപ്പെടുന്ന ഭാഷയാണ്. ലോകം ഇന്ന് അശുഭാപ്തിയുടെയും നിസ്സഹായതയുടെയും വികാരങ്ങളാൽ നയിക്കപ്പെടുകയാണ്. ഈ നിഷേധാത്മക ചിന്തയിൽ നിന്ന് മോചനം നേടാനും അതുവഴി ചരിത്രത്തിൻ്റെ ഗതി മാറ്റാനും തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. ഒരുപക്ഷേ ഈ വലിയ യത്നത്തിൽ സാധാരണ ആളുകൾ അശക്തരാണെങ്കിലും ചടുലമായ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവരാണ് നേതാക്കന്മാർ. ഭയാനകമായ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യാഘാതങ്ങളിൽ ഏറെ കഷ്ടതകളും ദുരിതങ്ങളും സഹിച്ച ലെബനൻ ജനതയുടെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് പാപ്പ സംസാരിക്കുന്നത്. യുവജനങ്ങൾ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും രൂപപ്പെടുത്താൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ശക്തിയും പ്രചോദനവുമായി രാഷ്ട്രഭരണാധികാരികൾ നിലനിൽക്കണമെന്നും യുവജനങ്ങളിൽ നിന്നും വേർപിരിയരുതെന്നും പാപ്പ പഠിപ്പിക്കുന്നു. പ്രതിബദ്ധതയുടെയും അർപ്പണബോധത്തോടും കൂടി നേതാക്കന്മാർ നിലകൊള്ളണം. സമാധാന സംസ്ഥാപകർ അത് സാധ്യമാക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ കഠിനമായ പാതയിലൂടെയാവണമെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു. വ്യക്തിപരവും കൂട്ടായതുമായ മുറിവുകൾ ഉണങ്ങാൻ നീണ്ട വർഷങ്ങളെടുത്തേക്കാം. ഇതൊരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ ക്ലേശപൂർണമായ പാതയിലൂടെ ആണെങ്കിലും മുറിവുകൾ സുഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അനുരഞ്ജനത്തിലൂടെ സമാധാനത്തിലേക്ക് നീങ്ങാൻ മുറിവുകൾ ഉണക്കേണ്ടതാണ്. പാപ്പ പറയുന്നത് അനുരഞ്ജനവും സത്യവും ഒരുമിച്ച് വളരേണ്ട പുണ്യങ്ങളാണെന്നാണ്. മുറിവുണക്കുന്ന അനുരഞ്ജനം പൊതുലക്ഷ്യരഹിതമായതോ ഭാവിയിലേക്കുള്ള തുറന്ന മനസ്സില്ലാത്തതോ ആയാൽ അത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയില്ലെന്ന് പാപ്പ പറയുന്നു. എന്നാൽ പൊതു നന്മ അത് താല്പര്യങ്ങളുടെയും ആകത്തുകയേക്കാൾ കൂടുതലാണെന്നും അത് എല്ലാവരുടെയും ലക്ഷ്യങ്ങളെ കഴിയുന്നത്ര അടുപ്പിക്കുകയും ജനതയെ ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പഠിപ്പിച്ചു. സമാധാനമെന്നത് പരസ്പരം അനുരഞ്ജനപ്പെട്ടുകൊണ്ട് എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമെന്ന് അറിയുന്നതാണ്. പാപ്പ ഇതിനായുള്ള ദൈവീക പദ്ധതിയിൽ പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നു. ത്യാഗം ചെയ്യേണ്ടി വരുമ്പോഴും ധൈര്യത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി പ്രയത്നങ്ങൾ തുടരുന്നതാണ് സമാധാന നിർമ്മാതാക്കളുടെ പ്രത്യേകത. അനിശ്ചിതത്വം, അക്രമം, ദാരിദ്ര്യം, മറ്റ് ഭീഷണികൾ തുടങ്ങിയവ ഭാവിയെ ഇരുള് നിറഞ്ഞതാക്കുമ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും സ്നേഹത്തിൻ്റെയും
സമാധാനത്തിൻ്റെയും പ്രവർത്തനങ്ങളോട് സഹകരിച്ച് സമാധാനം സംസ്ഥാപിക്കാൻ പാപ്പ ആവശ്യപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ സമ്മാനമാണ് സമാധാനമെന്നും ഏവരുടെയും ഹൃദയങ്ങളിൽ അത് കുടികൊള്ളുന്നുവെന്നും പഠിപ്പിച്ച ലിയോ പാപ്പ സമാധാനം അപരനിലേക്കുള്ള യാത്രയാകുന്ന ആത്മാവിൻ്റെ ചലനമാണെന്നും പഠിപ്പിക്കുന്നു. ഈ സമ്മാനം വഴി മുറിവുകൾ ഉണങ്ങാൻ കാരണമാകട്ടെ. ആമേൻ. നന്ദി.